സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു മുസ്തഫ ചെറ്റത്തരവും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൻ തങ്ങന്മാരെ മാത്രമല്ല നബിയെയും കുറ്റം പറയുന്നു, മുഹമ്മദ് നബിയെ. അവൻ പറയുന്ന, അവൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഏതോ ഒരു ഹദീസിലുണ്ട് പലിശയുടെ കാര്യം. നീ ഒരു മുസ്ലിമാണോ? നിന്റെ പേര് മുസ്തഫ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. നീ മുസ്ലിം തന്നെയാണോ? നീ അതേ ഏതെങ്കിലും പിന്നെ ഈ പറക്കത്തിനെ കൊണ്ടായത് ഈ സംഘപരിവാറിനുണ്ടായതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ ഒരു ഫാഷനാണ് മുസ്ലിം പേരിടുക, മുസ്ലിങ്ങളെയും അള്ളാഹുവിനെയും നബിമാരെയൊക്കെ ആക്ഷേപിക്കുക. അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൊട്ട കണ്ണാടിയും വെച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ വെച്ചിരിക്കുന്ന കണ്ണു കാണാനുള്ള പിന്നെ ഇതിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നത് പൊട്ടത്തരമാണ് പറയുന്നത്. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ ചെന്നപ്പോൾ അവിടെ ആരും മുസ്ലിങ്ങളില്ല. അപ്പൊ പിന്നെ മദീനയിൽ പോയത് എന്തിനാണ്? ആരുടെ ആവശ്യപ്രകാരമാണ് പോയത്? അവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്, ഹിജറ പോയത്. അത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിജറ എങ്ങനെ തുടങ്ങിയത് അതിനാണെന്ന്. അപ്പൊ അതുപോലെ അറിഞ്ഞൂടാ അവൻ മുസ്ലിമാണാ? അവൻ മുസ്ലിമാ? അവൻ എവിടത്തുകാരനായിരുന്നാലും ശരി, അവൻ മുസ്ലിം ഒന്നുമല്ല. കാരണം അവൻ അറിഞ്ഞൂടാ, കാര്യങ്ങൾ അറിഞ്ഞൂടാ, ഇസ്ലാമിന്റെ ചരിത്രവും ഇസ്ലാമിനെ അറിഞ്ഞുകൂടാത്ത അവൻ മുസ്ലിം ആവുന്നത് എങ്ങനെ? പിന്നെ വേറെന്ന് പറയുന്നത് പലിശയുടെ കാര്യം ഏതാ ഒരു ഹദീസിൽ അവൻ കണ്ടിട്ടുണ്ടെന്ന്. നീ ഹദീസ് എടുക്കാൻ പോകുന്ന എന്തിന്? പലിശയുടെ കാര്യം ഖുർആനിലുണ്ടല്ലോ. നീ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? നീ വല്ലപ്പോഴും ഖുർആൻ, അതായത് ചരിത്രം പഠിക്കാതെ വിവരമില്ലാത്ത വിഡ്ഢിത്തരം വന്നിരുന്ന ഒരു ചാനലിന് മുമ്പിൽ നിന്ന് വിളമ്പാൻ നിനക്ക് നാണോ മാനം ഉണ്ടാ? നിനക്ക് നാണോ ഉണ്ടാ, മാനം ഉണ്ടാ? നിനക്ക് തന്തയുണ്ടാ, തള്ളയുണ്ടാ? നീ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇരുന്ന് പറയൂ? ഒരു മുസ്ലിമായ ഒരുത്തൻ ആദ്യം നീ മതപരമായ കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതപണ്ഡിതന്റെ അടുത്ത് ചോദിക്കണം, പലിശയെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്, എവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത് പറഞ്ഞ് നിനക്ക് അത് അന്വേഷിക്കാനുള്ള ഒരു ഒരു ആഗ്രഹം പോലും ഉണ്ടായില്ലല്ലോ. അതായത് ഖുർആനിൽ അള്ളാഹു പറയുന്നത്, പലിശ എന്ന് പറയുന്നത്, പലിശ നീ തിന്നാൻ നിന്റെ വയറ്റിനകത്ത് തീ കത്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നീ ഹദീസ് പിടിക്കുന്ന എന്തിന്? ഹദീസ് പിടിച്ച് ഉമ്മായി വ്യഭിചരിക്കുന്ന പോലെയാണ് എന്നൊക്കെ നീ വെണ്ടിറും തെണ്ടിത്തരം പറയരുത്. നിനക്ക് വിവരമില്ല. അപ്പൊ വന്നിരുന്ന് നിനക്ക് നിന്റെ വീട്ടില് ഉമ്മ, വാപ്പ, പിന്നെ സഹോദരി, മക്കള്, ഭാര്യ, ഇതൊക്കെ നിനക്ക് ബന്ധുക്കളൊക്കെ ഇല്ലേ? നിനക്ക് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് പിന്നെ ആവശ്യമില്ലാത്ത പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പിന്നെ ലൈംഗികയുള്ള വർത്തമാനമൊക്കെ നീ പറയാൻ നിനക്ക് നാണമുണ്ടാ? നിന്നെയൊക്കെ ഇനി എവിടെയാണ് കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന? ചത്തുപോയ ചുട്ടുകരിക്കും. അതേ ഇനി നിന്നെ വേറെ ഏതെങ്കിലും സെമിത്തേരി കൊണ്ടുവന്ന് നടക്കും. നീ ഇത്രയും ബുദ്ധിയില്ലാതെ സംസാരിക്കുന്ന എന്ത്? നീ മുസ്ലിമാ? നിന്റെ വാപ്പ, നിനക്ക് അറിയാം ആരാണ് നിന്റെ വാപ്പാന്ന്? നിന്റെ വാപ്പാണോ, അച്ഛനാണോ, അപ്പനാണോ എന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ നീ വന്നിരുന്ന് പൊട്ടത്തരം പറയുമ്പോ ആദ്യം നീ നിന്നെ പറ്റി പറയുക. നീ ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ്.